കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നിന്ന് അടൂർ വരെ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ടായിരുന്നു. തിരുവല്ല ബസ് സ്റ്റാൻഡിലേക്ക് ഞാൻ ചെന്ന് നിന്ന അതേ നിമിഷമാണ് ഒരു ഫാസ്റ്റ് അടൂർക്ക് പോകാൻ വേണ്ടി വന്ന് നിന്നത്. ഞാൻ ഓടിച്ചെന്ന് ബസ്സിലേക്ക് കയറി. അപ്പോഴെൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 500 രൂപയുടെ നോട്ടായിരുന്നു. ബസ് പെട്ടെന്ന് വന്നത് കാരണത്താൽ എനിക്ക് അവിടെ നിന്ന് ഏതെങ്കിലും കടയിൽ നിന്ന് നോട്ടിൻ്റെ ചേഞ്ച് ആക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓടി വന്ന് കയറിയത് കാരണം ടിക്കറ്റ് എടുക്കാൻ നേരം എൻ്റെ അടുത്ത് ചില്ലറ ചോദിച്ചു. കണ്ടക്ടർ എൻ്റെ അടുത്ത് ചേഞ്ച് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല, എൻ്റെ കയ്യിൽ 500 രൂപ നോട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പൈസയും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് കണ്ടക്ടർ ചോദിച്ചു, നിങ്ങൾ ചേഞ്ച് മാറാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചാണോ ബസ്സിൽ കയറുന്നതെന്ന് ചോദിച്ചു. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല, കാരണം നമ്മുടെ കയ്യിൽ ചേഞ്ച് ഇല്ലല്ലോ. പുള്ളിക്കാരൻ പറയുന്നത് കേൾക്കാം എന്ന ഒരു ഭാവത്തിൽ ഞാനിരുന്നു. എന്നിട്ട് എനിക്ക് ബാലൻസ് തരികയുണ്ടായി. കുറേ സമയത്തിന് ശേഷം ബാലൻസ് തന്നു. പക്ഷേ 52 രൂപ മാത്രമാണ് അടൂർ വരെയുള്ള ചാർജ്. അദ്ദേഹം എന്നിൽ നിന്ന് 60 രൂപ എടുത്ത്, അതായത് 8 രൂപയും കൂടെ കൂടുതലായി എടുത്തു. ചേഞ്ച് ബാലൻസ് 8 രൂപ എനിക്ക് തരാനില്ല എന്നതിൻ്റെ പേരിൽ ആ 8 രൂപയും കൂടി എടുത്തിട്ട് ബാലൻസ് 440 രൂപയാണ് എൻ്റെ കയ്യിൽ തന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ചെയ്തത് ശരിയായ കാര്യമാണോ? അതായത് നമ്മളെ യാത്രക്കാരുടെ കയ്യിൽ പെട്ടെന്ന് നമ്മൾ ബസ്സിൽ കയറുമ്പം ചേഞ്ച് ഇല്ലാത്ത പക്ഷം ഇവർ നമുക്ക് തരേണ്ട പൈസ തരാതിരിക്കുകയും അത് ചില്ലറയില്ല എന്നുള്ളതിൻ്റെ പേരിൽ പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് എത്രമാത്രം ശരിയായ കാര്യമാണ്? എനിക്ക് ഇതിനു മുമ്പ് പല തവണ അനുഭവം ഉണ്ടായിട്ടുണ്ട്. 1 രൂപ, 2 രൂപ, 5 രൂപ അങ്ങനെയൊക്കെയുള്ള ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് പലർക്കും ഉണ്ടാകുന്ന കാര്യമാണ്, പലരും സംസാരിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഇവർ ജോലി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് കുറച്ച് ചില്ലറയെങ്കിലും കയ്യിൽ കരുതേണ്ടതല്ലേ? യാത്രക്കാർ ഇതുപോലെ പല വിധത്തിലുള്ള ആൾക്കാർ പല നോട്ടുകളും കൊണ്ട് കയറും. അപ്പോൾ അതിൻ്റെ ബാലൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചേഞ്ച് കയ്യിൽ കരുതേണ്ടതല്ലേ? ഇതിനെക്കുറിച്ച് എനിക്ക് അത്ര ആധികാരികമായിട്ട് അറിയത്തില്ല. പക്ഷേ എത്രത്തോളം ശരിയാണ് നമ്മുടെ ബാലൻസ് തരാതിരുന്നത് എന്നുള്ളതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു കണ്ടക്ടറിൻ്റെ സമീപനം എത്രമാത്രം ശരിയായ കാര്യമാണ്? ഒന്ന് കമൻറ്റ് ചെയ്യൂ.